131 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ലോക പുസ്തക ദിനമാണ്, ലോക പകർപ്പവകാശ ദിനമാണ്. പുസ്തക ദിനം എന്ന് പറയുമ്പോൾ വില്യം ഷേക്സ്പിയറുടെ ചരമദിനം ആണ് ഉദ്ദേശിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നമുക്കറിയാം, പുറത്തിരുട്ട് അകറ്റുവാൻ കൊളുത്തണം വിളക്ക് നാം, അകത്തിരുട്ട് അകറ്റുവാൻ അക്ഷരം പഠിക്കണം. ഇതായിരുന്നു സാക്ഷരതാ കാലത്ത് നമ്മുടെ മുദ്രാവാക്യം. അതുപോലെ കുഞ്ഞുണ്ണിയുടെ കവിത ഓർമ്മയുണ്ട്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്നുള്ളത്. ഒരു ഡോക്ടർ, മെഡിക്കൽ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ അതിൽ വളരെ അർത്ഥവും ആഴവും ഉണ്ട്. ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരിപാടിയുടെ തുടക്കം എല്ലാത്തിനും ഒരു മംഗളകരമായ തുടക്കം ഉണ്ടാകണം. അതിനായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ പ്രിയ ഗായിക, അനശ്വര ഗായകനായ ബ്രഹ്മാനന്ദൻ അവരുടെ മകൾ ആതിര ജോയിൻ ചെയ്യുന്നു. ആതിര. ഹലോ, തുടങ്ങട്ടെ? തുടങ്ങി. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയം കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടി ഉൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതമേകിയം കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്ന് വാഴ്ത്തിടാം. നന്ദി ശ്രീമതി ആതിര. അടുത്തതായി സ്വാഗതമാണ്. നല്ലൊരു സ്വാഗതം ആശംസിക്കുന്നതിനായി നല്ലൊരു പ്രാസംഗിക കൂടിയായ ഡോക്ടർ ശൈല ക്ഷണിക്കുന്നു. താങ്ക് യു ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. ലോക പുസ്തക ദിനാചരണവുമായി ബന്ധപ്പെട്ട ഈ പ്രത്യേക പ്രോഗ്രാമിനെ സ്വാഗതം പറയുക എന്നുള്ളതാണ് ഇന്നെന്റെ കർത്തവ്യം. നമ്മുടെ ഈ പ്രത്യേക പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിരിക്കുന്നത് ആകാശവാണി തിരുവനന്തപുരം സ്റ്റേഷൻ ഡയറക്ടർ കൂടിയായ ശ്രീ ശിവകുമാർ സാറാണ്. അദ്ദേഹം വളരെ തിരക്കിലും നമ്മളോടൊപ്പം ഇന്ന് ഈ പ്രോഗ്രാമിൽ നേരത്തെ തന്നെ പങ്കെടുക്കുവാനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്ന് ഈ പ്രോഗ്രാമിൽ പുസ്തക നിരൂപണം നടത്തുന്നതിന് വേണ്ടി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ ഷീബ റജികുമാറാണ്. ഡോക്ടർ ഷീബ കുളക്കട ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. നമ്മുടെ പല വിശേഷാൽ പ്രോഗ്രാമുകളിലും ഡോക്ടർ പങ്കെടുക്കുകയും നല്ല ഒരു പ്രാസംഗിക കൂടിയാണ്. സാഹിത്യത്തിൽ വളരെ വളരെ നോളജ്, ഡോക്ടർക്ക് സമയം തികയാതെയാണ് വരുന്നത്. ഉള്ളിൽ അങ്ങ് അറിവിന്റെ നിറകുടമായിട്ടുള്ള ഷീബ റജികുമാറിനെയും ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി എത്തുന്നത് കൊല്ലം ജില്ലയിലെ ജില്ലാ ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസറായ ശ്രീ ഡോക്ടർ പ്രദീപ് CS അവർകളാണ്. ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതിയിലെ ഏതൊരു പ്രോഗ്രാമിനും
വളരെ ആക്റ്റീവായി എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുകയും പിന്നെ അതുപോലെ തന്നെ വായനാ അനുഭവത്തിന് ഒട്ടും പിറകിലല്ല. സാറ് ഇംഗ്ലീഷ് നോവലുകളെല്ലാം വായിച്ചിട്ട് പല നമ്മുടെ പ്രോഗ്രാമുകളിലും കഥകളൊക്കെ, നോവലിലുള്ള കഥകളൊക്കെ ചേർത്താണ് സാറ് പ്രസംഗിക്കാറുള്ളത്. എന്തായാലും ഈ ഒരു വായന അനുഭവം പങ്കുവയ്ക്കാൻ സാറിനെ വിളിച്ചത് വളരെ ഉചിതമായി എനിക്ക് തോന്നുന്നു. സാറിനെയും ഞാൻ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വായന അനുഭവം പങ്കുവയ്ക്കാൻ എത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ സീനിയർ ക്ലർക്കായ ശ്രീ നന്ദലാലാണ്. അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകനും കൂടാതെ പരിസ്ഥിതി പ്രവർത്തകനുമൊക്കെയാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ, ബഹുമുഖ പ്രതിഭകളൊക്കെ ഹോമിയോപ്പതിയിലുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സുപരിചിതയായ ഡോക്ടർ മറിയാമ്മ ജോൺ ഇന്ന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി എത്തുന്നു. ഡോക്ടർ ഹോമിയോപ്പതി വകുപ്പിൽ നിന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറായി വിരമിച്ചു. ഇപ്പോൾ IFPH എല്ലാ ദിവസവും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു അത്യാവശ്യമൊക്കെ വരുമ്പോൾ ഞാൻ ആശ്രയിക്കുന്നത് മറിയാമ്മ ഡോക്ടറെയാണ് മോഡറേറ്റ് ചെയ്യാൻ വേണ്ടി. മറിയാമ്മ ഡോക്ടറെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഡോക്ടർ GS മനോജാണ്. ഡോക്ടർ IFPH തുടങ്ങിയ കാലം മുതൽ 1000 എപ്പിസോഡ് എത്തുന്നിടം വരെ സ്ഥിരം മോഡറേറ്റ് ചെയ്തുകൊണ്ട് വരികയും ഡോക്ടർ ഞങ്ങളെല്ലാം പ്രചോദനം ചെയ്ത് ഈ മോഡറേറ്റ് ചെയ്യാനും IFPHയിലേക്ക് കൊണ്ടുവരികയെല്ലാം ചെയ്തത് മനോജ് ഡോക്ടറാണ്. ഡോക്ടറെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെ പോലെ തന്നെ ഇന്ന് ഒരുപാട് പേര് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഹോമിയോപ്പതി ഡോക്ടർമാരുണ്ട്. അത് നമ്മളെ അബ്ദുൽ സലാം സാറ്, പരീർ ബാഖാൻ സാറ്, അവരെ പോലെ ഹോമിയോപ്പതി സ്നേഹികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ IFPHന്റെ അണിയറ പ്രവർത്തകർ ധനേഷ് ഡോക്ടർ, ഹ്യൂബർട്ട് ഡോക്ടർ ഉൾപ്പെടെ, അനിൽകുമാർ ഡോക്ടർ ഉൾപ്പെടെ ഇവരെല്ലാം വളരെ അത്യധ്വാനം ചെയ്താണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സ്വാഗത പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മനോജ് ഡോക്ടറെ എന്തുപറ്റി? പറ്റുന്നില്ലേ? അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനോജ് ഡോക്ടറോടെ അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. നമ്മുടെ സലാഹുദ്ദീൻ സാർ എത്തിയിട്ടുണ്ട്. സാറിന് പ്രത്യേകം നമുക്ക് അത് നമ്മുടെ ഹ്യൂബർട്ട് ഡോക്ടർ ഒരു വികൃതിയായി പോയി. ഹ്യൂബർട്ട് ഡോക്ടർ എന്തോ ചെയ്തപ്പം ഞാൻ ഹോസ്റ്റ് അല്ലാതായി, അങ്ങനെ പറ്റിപ്പോയതാണ്. അതെ, സലാഹുദ്ദീൻ സാർ IFPHന്റെ എല്ലാമായ സലാഹുദ്ദീൻ സാർ ഉണ്ട്. അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്തു. കാരണം IFPH ഒരു പ്രസ്ഥാനം ഉണ്ടാകാൻ തന്നെ കാരണം ഈ മഹാമനുഷ്യൻ സലാഹുദ്ദീൻ സാറാണ്. സാർ ദൂരദർശന്റെ എഞ്ചിനീയറാണ്. ശിവകുമാർ സാറിന് പരിചയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായിട്ട് ആകാശവാണിയുടെ ഡയറക്ടർ, നമുക്കറിയാം ആകാശവാണി എന്ന് വെച്ചാൽ മലയാളിക്ക് എന്താണെന്ന് നമുക്കറിയാം. ഓരോ ദിവസവും മലയാളിയെ ഉണർത്തുന്ന സുഭാഷിതവും ഉദയഗീതവും തൊട്ട് രാത്രി 11 മണി അവസാനം രഞ്ജിനി വാർത്ത വരെയുള്ള ആകാശവാണിയുടെ ഒരു ദിവസം വാർത്തകൾ ഭംഗിയായിട്ടും സത്യസന്ധമായിട്ടും അവതരിപ്പിക്കുന്ന ആകാശവാണിയുടെ ഡയറക്ടർ, 75ാം വർഷം ആഘോഷിക്കുന്ന ആകാശവാണി ഡയറക്ടറായ ശിവകുമാർ സാറിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഡോക്ടർ മനോജിനും ഈ സംഘടനയുടെ IFPH സംഘടനയുടെ എല്ലാ ഭാരവാഹികൾക്കും നമസ്കാരം. ഇങ്ങനൊരു അവസരത്തിൽ വേൾഡ് ബുക്ക് ഡേ, കോപ്പിറൈറ്റ് ഡേ, ഇത് ഇങ്ങനെ ഒരു 1001 രാവുകളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ 1331 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. ഇതിൽ എല്ലാവരും ഉത്സാഹത്തോടുകൂടി പങ്കെടുക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്നറിയുന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഞാൻ സ്റ്റേഷൻ ഡയറക്ടർ എന്നല്ല ഇപ്പൊ പറയുന്നത്, പ്രോഗ്രാം മേധാവി എന്നാണ് പറയുന്നത്. അത് ചെറിയൊരു അതിന്റെ ഒരു ഇത് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ.
മനോജ് സാറ് ഡോക്ടർ മനോജ് സൂചിപ്പിച്ച പോലെ സാക്ഷരതയുടെ കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പം അക്ഷരങ്ങൾ മൂർച്ചയുള്ള ഒരു ആയുധമാകുമ്പോൾ എന്ന് പറഞ്ഞായിരുന്നു ആ പാട്ട് അന്ന് തുടങ്ങിയിരുന്നത്. അപ്പോ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് നമുക്ക് ഇതുപോലുള്ളൊരു കൂട്ടായ്മയിലൂടി സാധ്യമാകുമെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ഈ ജേർണലിസം ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ അവർ പറയുന്ന ആദ്യത്തെ ഒരു വാക്യം എന്ന് പറയുന്നത് പെൻ ഈസ് മൈറ്റിയർ ദാൻ സോഡ്. നിങ്ങളുടെ വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് നിങ്ങളുടെ പേന. അപ്പോ ഒരു പേനത്തുമ്പിന് പലതും ചെയ്യാൻ കഴിയും, പല റെവല്യൂഷനും തുടങ്ങി വെക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അതിന്റെ ആവശ്യം വളരെ കൂടുതലായിരിക്കും എന്ന് നമുക്ക് അറിയാം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും, ഡോക്ടർ മനോജ് ഉൾപ്പെടെ, ഡോക്ടർ ഷീബ, ഡോക്ടർ ശൈല, ഡോക്ടർ പ്രദീപ്, ഡോക്ടർ മറിയാമ്മ, ശ്രീ നന്ദലാൽ, പിന്നെ സലാഹുദ്ദീൻ ഡോക്ടർ, എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമുക്ക് തുടങ്ങാം. വളരെ നന്ദി സാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പരിപാടി അടുത്ത ഇനം എന്ന് പറയുന്നത് പുസ്തക നിരൂപണമാണ്. നമ്മുടെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരി കൂടിയ, പല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് ഇനിയും ഒരു 500 പുസ്തകങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ ഷീബയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തക നിരൂപണം ഡോക്ടർ ഷീബ, തുടങ്ങിക്കോളൂ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ സാറേ? കേൾക്കാം. അപ്പൊ പുസ്തക നിരൂപണം എന്നാണ് സാറ് പറഞ്ഞത്. എന്നോട് പറഞ്ഞു ഏത് ബുക്ക് വേണമെങ്കിലും നിരൂപണം ചെയ്യാമെന്ന്. അപ്പം എനിക്ക് തോന്നി ഒരു പുസ്തകം എന്നുള്ളതിനേക്കാളും ഞാൻ തീർച്ചയായിട്ടും കവിത എഴുതുന്ന ഒരാളായതുകൊണ്ട് കവിതകളുടെ ഒരു ഗ്രൂപ്പ്, അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവിയെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇപ്പൊ താമസിക്കുന്ന പത്തനംതിട്ട ജില്ലയിലാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കവി ഇല്ലേ? പത്തനംതിട്ടയെ വാനോളം ഉയർത്തിയ പ്രശസ്തിയെ വാനോളം ഉയർത്തിയ ഏത് കവിയാണത്? കടമ്മനിട്ട രാമകൃഷ്ണൻ. ഇതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന പുസ്തകം. ഇത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ കൈ കിട്ടിയ ബുക്കാണ്. അപ്പൊ വായിച്ച് ഇതൊരു പരുവമായിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകത്തിനെ ഡിസ്കസ് ചെയ്യാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ ഞാൻ ഇവരെനിക്ക് വളരെ ഷോർട്ട് ടൈമാണ് തരാറ് കേട്ടോ. 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ ശൈല ഡോക്ടർ റെഡി ആയിട്ടിരിക്കുവാണ്, ഷീബ ഡോക്ടറായിരുന്നു ഒരു ബെല്ലടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കും. ആദ്യം ഈ കവിയെ ഞാൻ കണ്ടുമുട്ടിയതും കൂടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 5ലോ 6ലൊക്കെ പഠിക്കുമ്പോൾ കായിക്കര, എന്റെ വീട് പക്കമാണ്. അപ്പം അതിന്റെ അടുത്താണ് ആശാൻ സ്മാരകം, അതുപോലെ കായിക്കര പിന്നെ ആശാന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ഒരുപാട് മത്സരങ്ങളൊക്കെ നടക്കും. അപ്പൊ നമ്മൾ കൊച്ചുകുട്ടികള് ഈ കവിതയോട് താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ കവികളെ കാണാൻ വേണ്ടി പലപ്പോഴും അവിടെ പോവാറുണ്ട്. അപ്പൊ ഒരു തവണ ഇതുപോലെ കാവ്യോത്സവത്തില് ഞാൻ ഒരു മരച്ചുവട്ടിൽ നിൽക്കുമ്പോൾ ഒരു അംബാസിഡർ കാറ് വന്ന് നിൽക്കുകയും 2 കവികൾ അവിടെ നിന്ന് ഇറങ്ങി വരികയും ചെയ്തു. അപ്പൊ ഞാനും എന്റെ ഇരട്ട സഹോദരി ഷീജയും വളരെ പ്രതീക്ഷയോടെ നോക്കുകയാണ് ഇതാരാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന 2 പേരാണ്, കടമ്പനിട്ടയും വിനയചന്ദ്രനുമാണ്. അപ്പൊ അവർ പുറത്തിറങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ പരിചയപ്പെടുത്താം എന്ന് സംഘാടക സമിതിയിലുള്ള ഗുരുതുല്യരായ ചിലർ പറഞ്ഞെങ്കിലും ഭയങ്കര തിരക്കുള്ള സമയമായതുകൊണ്ട് പുള്ളി ആ വണ്ടി വിട്ടുപോയി. അപ്പൊ ഞാൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ്, ഇനി എന്തെങ്കിലും ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഈ കവിയെ ഞാൻ കണ്ടുമുട്ടുമോ? ഒരിക്കലും കണ്ടുമുട്ടിയില്ല. ഒരു കാലത്തും കടമ്പനിട്ടയെ കണ്ടുമുട്ടിയില്ല, പക്ഷെ കടമ്പനിട്ടയെ വായിച്ചു കൊണ്ടേയിരുന്നു. പിന്നെ വിധിഹിതം എന്നോണം ഞാൻ സർവീസിൽ കയറി ഇടുക്കിയിലൊക്കെ കറങ്ങി തിരിച്ച് പത്തനംതിട്ടയിലെത്തി. കുറച്ചു കാലം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത ശേഷം ഞാനൊരിടത്തോട്ട് ട്രാൻസ്ഫർ ആയി പോവാണ്. നാരങ്ങാനം എന്നാണ് ആ ഗ്രാമപഞ്ചായത്തിന്റെ പേര്. ഈ നാരങ്ങാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നാരങ്ങാനത്തിന്റെ വഴി അന്വേഷിച്ച് ജോയിൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ ആൾക്കാർ പറയാണ് കടമ്പനിട്ട ചെല്ലുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വഴി തിരിഞ്ഞാണ് ഈ നാരങ്ങാനത്തേക്ക് പോകുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കടമ്പനിട്ട എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിന്റെ അകത്താണ്. ഞാൻ നേരെ നാരങ്ങാനത്ത് പോയില്ല, നേരെ കടമ്പനിട്ട പോയി. കടമ്പനിട്ട ജംഗ്ഷനിൽ വണ്ടി നിർത്തി താഴോട്ട് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് സ്വപ്നങ്ങളിൽ പോലും കണ്ടിട്ടുള്ള ഒരു സ്ഥലം കണ്ടത് കടമ്പനിട്ട ദേവി ക്ഷേത്രമാണ്. കടമ്പനിട്ടയുടെ കവിതകൾ പടയണി താളത്തിൽ തുള്ളി ഉറഞ്ഞു വന്ന ഒരു സ്ഥലം. അപ്പൊ അവിടെ നിന്ന് തൊഴുതിട്ടാണ് സത്യത്തിൽ ഞാൻ ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഇവിടെ നാരങ്ങാനത്ത് വർക്ക് ചെയ്തിരുന്ന എല്ലാ കാലഘട്ടങ്ങളിലും ഈ പറഞ്ഞ സ്ഥലത്തിന്റെ വിവിധ വഴികളിലൂടെ ആ സ്ഥാപനത്തിൽ പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കടമ്പനിട്ട കവിതകളിൽ പറയുന്ന മലകൾ
ഊരാളികൾ, മലവില്ലന്മാർ ഒതിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് തരുന്നത്. മധുമല എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അതുപോലെ വിചിത്രമായ സ്ഥലങ്ങളിലൂടെ ഞാനും എന്റെ ഫാർമസിസ്റ്റ് രേഷ്മയും പലപ്പോഴും പല റൂട്ടുകൾ എടുത്ത് നാരങ്ങാനം ഡിസ്പെൻസറി പോയിട്ടുണ്ട്. അപ്പൊ ഞാനവിടെ ഇരുന്നപ്പോൾ തന്നെ സബ് സെന്റർ വന്നു. അപ്പൊ ഈ സബ് സെന്റർ കടമ്പരിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. അപ്പൊ ഞാൻ വളരെയധികം അതിനുവേണ്ടി പ്രയത്നിച്ചു ആ സബ് സെന്റർ കൊണ്ടുവരാൻ. അപ്പൊ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാല് കടമ്പനിട്ടയുടെ കഥാപാത്രങ്ങൾക്ക് ശില്പം രൂപം നൽകിയ ഒരു സ്മൃതി മണ്ഡപം ഉണ്ട് അവിടെ. നമ്മുടെ കുറത്തിയും കാട്ടാളനും എല്ലാവരും ഉള്ള ഒരു സ്മൃതി മണ്ഡപം. അപ്പൊ അവിടെ മിക്കവാറും വരുന്ന പത്തനംതിട്ട വരുന്ന കവികളെല്ലാം അവിടെ സന്ദർശിക്കാറുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സബ് സെന്റർ. ഈ സബ് സെന്ററിൽ പലപ്പോഴും നമുക്ക് കുറച്ചെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കടമ്പനിട്ടയുടെ ഈ കഥാപാത്രങ്ങളെ കാണും. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ കഴിയാത്ത ഒരു കവിയെ, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളോട് എപ്പോഴും ഓർമ്മിക്കാനുള്ള ഒരു അവസരം. ഞാനിപ്പോ കടമ്പനിട്ടയുടെ ഒരു വരി ആലോചിക്കാറുണ്ട്. വിചിത്ര ജീവിത വിഭാതമേ, വിചിത്ര ജീവിത വിഭാതമേ, പ്രതീക്ഷിക്കാത്ത ഏതെല്ലാം വഴികളിലൂടെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ കടമ്പനിട്ടയുടെ കവിതകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കവിത പറയണ്ടേ. കോഴി എന്ന് പറയുന്ന കവിത നമ്മൾ കുഞ്ഞി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയ ഒരു കവിതയാണ് ഈ കോഴി. അതിൽ കുറച്ച് വരി ഞാൻ വായിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുഞ്ഞെ തുള്ളാൻ സമയമില്ലിപ്പോൾ, കാഞ്ഞ വെയിലത്ത് കാലു കൊള്ളുമ്പോൾ, എന്നും എന്റെ ചിറകിന്റെ കീഴിൽ നിന്നു നിന്റെ വയറു നിറയ്ക്കാം, എന്ന് തോന്നുന്ന തോന്നല് വേണ്ട, നിന്റെ ജീവിതം നിൻകാര്യം മാത്രം. ഈ കവിത വായിച്ചപ്പോൾ എനിക്ക് വിഷമം വന്നത് എന്താ അറിയോ, നമ്മളെല്ലാവരും ജീവിതത്തിൽ വിധിഹിതത്താൽ പലയിടങ്ങളിലേക്ക് വേർപെട്ടു പോകുമായിരിക്കാം. പക്ഷേ ഇവിടെ തള്ളക്കോഴി കുഞ്ഞിക്കോഴിയോട് പറയുവാണ്, നിന്നെ ഞാൻ കൊത്തി അകറ്റുന്നതാണ്. വിധി നിന്നെ എന്റെ അടുത്ത് നിന്ന് അകറ്റുമെന്നോ നാളെ കാലം നിന്റെ അടുത്ത് നിന്ന് അകറ്റുമെന്നോ പറയുന്നതിന് പകരം നിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ ചിറകിനടിയിൽ നിന്ന് കൊത്തി അകറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൊച്ചുകുട്ടികളാണ് ഒരു നിമിഷം കുഞ്ഞിക്കോഴിയായിരുന്നു. അപ്പൊ ആ കുഞ്ഞിക്കോഴിയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ കടമ്പനിട്ട എന്ന് പറയുന്ന കവി ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് കയറിയത്. ഞാൻ ഒരുപാട് ജീവിത അനുഭവങ്ങൾ കടമ്പനിട്ടയുടെ കവിതകളെ കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഒരു അധികം പ്രശസ്തമല്ലാത്തൊരു കവിത പറയാം. വരകൾ വർണ്ണങ്ങൾ എന്നാണ് കവിതയുടെ പേര്. അപ്പം നമ്മൾ ഏത് കവിത വായിക്കുമ്പോഴും കവിത എപ്പോഴും ഓപ്പൺ ആയിട്ട് പറയാവുന്ന കാര്യങ്ങളെ മനോഹരമായിട്ട് ഹൈഡ് ചെയ്ത് പറയുന്ന, അതിന്റെ അകത്തുകൂടെ നമ്മളെ കടത്തിവിടുന്ന ഒരു പ്രതിഭാസമാണല്ലോ കവിത. ഈ കവിതയുടെ വരികൾ ഇങ്ങനെയാണ്. വരകൾ വർണ്ണങ്ങൾ വെളുത്ത നാദങ്ങൾ ഇമകളിൽ മുട്ടി, വിടരുവാൻ മടി വിടർത്തുവാൻ കൊതി, ചരടിന്റെ കുരുക്കഴിഞ്ഞു കീഴോട്ട് തലകുത്തി വീണു കരയുമ്പോൾ, ഇളങ്കാറ്റിൻ പൊളി ഉരഞ്ഞു കീറിയ മിഴികളിലെല്ലാം വരകൾ വർണ്ണങ്ങൾ. ഇതെന്തിനെ കുറിച്ചാണ്? ഇതൊരു പിറവിയെ കുറിച്ചാണ് പറയുന്നത്. ദിസ് ഇസ് അബൌട്ട് ബർത്ത്. ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. വരകൾ വർണ്ണങ്ങൾ വെളുത്ത നാദങ്ങൾ. എപ്പോഴാണ്? ആദ്യമായി കണ്ണു തുറക്കുമ്പോൾ വരകൾ വർണ്ണങ്ങൾ വെളുത്ത നാദങ്ങൾ വന്നു മുട്ടുകയാണ്. കണ്ണു തുറക്കാൻ മടി, കണ്ണു തുറക്കാൻ കൊതി, പൊക്കിൾക്കൊടി ചരടിന്റെ കുരുക്കഴിഞ്ഞ് താഴോട്ട് തലകുത്തി വീണ് കരയുമ്പോൾ ആദ്യമായിട്ട് ഇളങ്കാറ്റിന്റെ പൊളി ഉരഞ്ഞു കീറിയ മിഴികളിലെല്ലാം വരകൾ വർണ്ണങ്ങൾ. ഇതൊരു ബ്യൂട്ടിഫുൾ പോയമാണ്. ഇതിൽ 2 വരിയുണ്ട്. എന്നറിയോ? കറുകപ്പുല്ലിന്റെ കവിളിൽ 6-7 നിറങ്ങളിലൂടെ നിമിഷങ്ങൾ. കറുകപ്പുല്ലിന്റെ കവിളിൽ നമുക്കറിയാലോ, ഒരു മഞ്ഞുതുള്ളി ഒരു പുല്ലിന്റെ തുമ്പത്തിൽ നിന്നാൽ അതിൽ തീർച്ചയായിട്ടും നിറങ്ങൾ പ്രതിബിംബിക്കും. കറുകപ്പുല്ലിന്റെ കവിളിൽ 6-7 നിറങ്ങളിലൂടെ നിമിഷങ്ങൾ വിപ്പിട്ടുയരുമ്പോൾ, പാറപ്പുറങ്ങളിൽ വെള്ളി വിരിച്ച ദുഃഖത്തിൻ ചിറകിൽ എത്രയോ വരകൾ വർണ്ണങ്ങൾ. ഞാൻ കാര്യമായിട്ട് ആലോചിക്കുകയാണ്, എനിക്ക് ബാക്കിയെല്ലാം മനസ്സിലാവുന്നുണ്ട്. പാറപ്പുറങ്ങളിൽ വെള്ളി വിരിച്ച ദുഃഖത്തിൻ ചിറകിൽ എത്രയോ വരകൾ വർണ്ണങ്ങൾ. എന്താണ് പുള്ളി ഉദ്ദേശിച്ചത്? അപ്പൊ ഞാനൊരു തിരുവനന്തപുരത്തുകാരിയാണ്. നാച്ചുറലി വലിയ പാറ എന്നുള്ള സ്ഥലമൊന്നുമല്ല നമ്മള്. പക്ഷെ ഞാൻ ഇടുക്കിയിലേക്ക് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ആദ്യമായിട്ട് ആ വഴി പോകുമ്പോഴത്തേക്കും ഒരു സൈഡ് മുഴുവൻ പൊക്കയും ഒരു സൈഡ് മുഴുവൻ മലകളുമാണ്. അപ്പൊ കുറെ ദൂരേക്ക് നോക്കുമ്പോൾ അങ്ങ് ദൂരെയുള്ള മലകളുടെ മുകളില് മലയ്ക്കകത്ത് നിന്ന് വെള്ളം ഊർന്നു വന്നിട്ട് അത് ആ പാറപ്പുറത്ത് വെള്ളി പോലെ തിളങ്ങി അതിൽ നിറങ്ങൾ പ്രതിബിംബിക്കുന്നത് കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നിസ്സാരമായിട്ടൊരു പാറപ്പുറത്ത് വീണ് കിടക്കുന്ന വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന നിറങ്ങളെ ഇത്ര മനോഹരമായ വരികളിലൂടെയാണ് കടമ്പനിട്ട വരച്ചിട്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെയല്ലേ കവിത്വം എന്ന് പറയുന്നത്. അപ്പം കടമ്പനിട്ടയുടെ കവിതകളുടെ തലങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കൊച്ചു കൊച്ചു വരികളെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും പറയുന്ന ഒരു വിപ്ലവ കവിതയെ കുറിച്ച്. എനിക്ക് സമയം കുറവായതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാം. ശാന്ത വായിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? ശാന്ത എന്താണ്? ശാന്ത എന്ന് പറയുന്ന കവിതയ്ക്ക് മലയാള കവിതാ ലോകത്തിലുള്ള പ്രത്യേകത. ഇതൊരു ചോദ്യം ചോദിച്ചൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സെഷൻ അല്ലാത്തത് കൊണ്ട് ഇതൊരു ബോറിംഗ് സെഷനാണ്. ശാന്ത എന്ന് പറയുന്ന കവിത കുറ്റകരമായ നിശബ്ദതയ്ക്കെതിരെ, കുറ്റകരമായ മൗനത്തിനെതിരെ ശബ്ദം കൊണ്ട് പോരാടിയ കവിതയാണ്. കാരണം ശബ്ദം ചിലപ്പോഴൊക്കെ നമ്മളെ പേടിപ്പിക്കും. നമ്മുടെ തന്നെ ശബ്ദവും മറ്റുള്ളവരുടെ. ആ ശബ്ദം ഉച്ചരിക്കപ്പെടുമ്പോൾ നമുക്കെതിരെ ഉയരുന്ന വാളുകളെ കുറിച്ച് വളരെയധികം പേടിക്കപ്പെടേണ്ട കാലങ്ങൾ ജീവിതത്തിൽ വരും. ഇപ്പോഴുണ്ട്, ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയുടെ ഏറ്റവും നിശ്ചലമായ ഒരു സമയത്ത്, അതായത് നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും നമ്മളുടെ മറ്റ് ചിന്താ സ്വാതന്ത്ര്യവും എല്ലാം നിഷ്കരണം ഹനിക്കപ്പെട്ട ഒരു കാലത്ത് ധൈര്യത്തോടെ എഴുതപ്പെട്ടൊരു കവിതയാണ് ശാന്ത. ശരിക്കും പറഞ്ഞാൽ വിപ്ലവത്തിന്റെ ഒരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിട്ടൊരു കവിത.
ഒരു ഗ്രാമത്തിൽ തിരിച്ചെത്തുന്ന ഒരു ഗൃഹനാഥൻ കാണുന്നത് താൻ കഴിഞ്ഞു പോയ ഗ്രാമത്തിനെയല്ല. നമ്മൾ കണ്ടിരുന്ന പച്ചപ്പുല്ല് ഉള്ള പൈക്കൾ മേഞ്ഞു നടക്കുന്ന ഗ്രാമം അല്ല അത്. അടുപ്പ് പുകയാത്ത ഗ്രാമം, നല്ല തല്ലുപോലും കൊള്ളാതെ ഉണ്ണികൾ വഴി പിഴച്ചു പോകുന്ന ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന ഗൃഹനാഥന്റെ ഞെട്ടലാണ് ശാന്ത എന്ന് പറയുന്ന കവിത. ശരിക്കും 44 വർഷത്തിലേറെയായി ശാന്ത എന്ന് പറയുന്ന കവിത എഴുതപ്പെട്ടിട്ട്. പക്ഷെ ഇന്നും ആ വരികൾ എത്ര പ്രസക്തമാണ് നമ്മുടെ നാട്ടിലെന്ന് മാത്രം ആലോചിക്കുക. ഈ ഒരു പുതിയ കാലത്ത് നിശബ്ദത വീണ്ടും നാടും വീടും നഗരവും ഭരിക്കുമ്പോൾ, ഭയം കരിമ്പടം പോലെ നമ്മുടെ രാജ്യത്ത് പുതച്ചു നിൽക്കുമ്പോൾ ഇപ്പോഴും പ്രസക്തമാകുന്ന ഈ കവിത. ശാന്തേ കുളി കഴിഞ്ഞീറൻ പകർന്ന് വാർപൂങ്കൽ കോതി വകഞ്ഞു പുറകോട്ടു വാരിയിട്ട് നിൻവള കയ്യുകൾ മെല്ലെ ഇളക്കി വിടരുന്ന പുഞ്ചിരി നാളം കൊളുത്തി വരികൻ അരികത്തിരുന്ന് സന്ധ്യാലക്ഷ്മി കീർത്തനം പോലെ എന്തെങ്കിലും നല്ല 4-5 വാക്കുകൾ ഓതി നിറയുക. കടമനിട്ട ശാന്ത എന്ന് പറയുന്ന പുള്ളിയുടെ ഭാര്യയോട് പറയുന്ന വരികളാണിത്. ഏറ്റവും കടുപ്പമായ ഒരു നിശ്ചലതയുടെ നടുക്ക് നിന്നുകൊണ്ട് ശാന്തയോട് പരിവേദനം പറയുന്ന കവിയാണ്. ഇതിൽ മനോഹരമായ കുറെ വാക്കുകളുണ്ട്. അതിൽ എന്തെന്നറിയോ? ഇല്ല നമുക്കായി ഒരു സന്ധ്യ രാപ്പാതി അല്ലാതെ മറ്റൊന്നും ഇല്ലെന്നിരിക്കലും. നമുക്കായിട്ടൊരു സന്ധ്യയോ ഒരു രാവിന്റെ പകുതിയോ അല്ലാതെ മറ്റൊന്നും ഇല്ലെന്നിരിക്കലും വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്ന ഒരു കവിതയാണ് ശാന്ത. ശാന്ത എന്ന് പറയുന്ന കവിത മലയാള കവിതയെ സ്വാധീനിച്ചത് വേറെ ഒരുപാട് തലങ്ങളിലുണ്ട്. എന്തെന്ന് വെച്ചാൽ പദ്യം വേണോ ഗദ്യം വേണോ എന്ന് ഇന്നും തല്ലുവിടുന്ന ടീമാണ് നമ്മൾ. വൃത്തത്തിൽ എഴുതിയാൽ കുറ്റം, വൃത്തത്തിൽ എഴുതിയില്ലെങ്കിൽ കുറ്റം. പദ്യവും ഗദ്യവും മനോഹരമായി സമ്മേളിച്ച മലയാള കവിതയിലെ ഒരു അത്ഭുതമാണ് ശാന്ത. ഈ കവിതയ്ക്ക് അകത്ത് തന്നെയുള്ള ഗദ്യം കേൾക്കും. ഉണ്ണികൾ ഒടുങ്ങിയതോർത്ത് വഴിയരികിൽ തളർന്നു നിൽക്കുന്ന നാട്ടുമാവുകൾ എന്നോട് ചോദിച്ചു, പാന്ത നീ എങ്ങോട്ട് പോകുന്നു? ചൂടും തളർച്ചയും ബാധിച്ച ഈ ഗ്രാമത്തിന്റെ ഹൃദയത്തിലേക്ക്, കാക്കക്കാലിന്റെ തണല് പോലും ഇല്ലാത്ത ഈ ദുരിതയിലേക്ക് നീ എന്തിനു പോകുന്നു? വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റഴിച്ചു വിട്ട കവി പ്രതീക്ഷയുടെ തീരത്ത് ഇതിന്റെ ചങ്ങാടം അടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു നെടുവീർപ്പെങ്കിലുമായി ഈ കാൽച്ചങ്ങല നമുക്ക് പൊട്ടിച്ചെറിയാം എന്ന് ശാന്തയോട് പറയുകയാണ്. ഈ കവിത അവസാനിക്കുന്ന എങ്ങനെയാണ്? നിറഞ്ഞ പെണ്ണെ നീരരുവി കരിമ്പനകൾ ഉലച്ച പെണ്ണെ കടമ്മനിട്ട കാവു തീണ്ടാൻ നീ ഉണരും നീ ഉണരും. ശാന്ത എന്ന് പറയുന്ന കവിത ഈ മലയാള കവിത നിലനിൽക്കുന്ന, മലയാള കവിതയൊക്കെ കവിത തന്നെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കവിത ആസ്വദിക്കാൻ കഴിയുന്ന മനുഷ്യർ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന കടമ്മനിട്ടയുടെ മഹാത്ഭുതം എന്ന് മാത്രമേ ശാന്തയെക്കുറിച്ച് പറയാനുള്ളൂ. കടമ്മനിട്ട വേറെ ഒരുപാട് ഗദ്യ കവിതകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മത്തങ്ങ എന്ന് പറയും ചില കവിതകൾ കടമ്മനിട്ടയുടെ ഭയങ്കരമായ ഹാസ്യവും പരിഹാസവും ഉൾക്കൊണ്ടാണ്. ചാക്കാല എന്ന് പറയുന്ന കവിതയൊക്കെ നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഇത് വായിച്ചിട്ടുണ്ടാവണം. ഒരു പശുക്കുട്ടിയുടെ മരണം. ആ പശുക്കുട്ടി ചത്തു ഞാൻ കണ്ടുകൊണ്ട് നിന്നു. മരണത്തിലൂടെ എല്ലാ പ്രകൃതി ദൃശ്യങ്ങളിലേക്കും തന്റെ കണ്ണു പായിക്കാൻ അതിന് കഴിഞ്ഞിരിക്കുന്നു. എത്തിപ്പിടിക്കാൻ കഴിയാത്ത എല്ലാ കച്ചിത്തുറുകളിലൂടെയും തന്റെ നാവ് ചുറ്റി പടരാൻ അതിന് സാധിച്ചിരിക്കുന്നു. മരണം എന്ന് പറയുന്ന ഒരാൾക്ക് എന്തെല്ലാം സാധ്യമാക്കുന്നു എന്ന് പറയുന്ന മനോഹരമായ കവിത. അതിന് മത്തങ്ങ വലിയൊരു പരിഹാസമാണ് കവിത. ആകയാൽ നമുക്ക് മത്തങ്ങയെ കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ കുറേയധികം പിഴവുകളെ കുറിച്ച് പറഞ്ഞിട്ട് കടമനിട്ട പറയുകയാണ്, ആകയാൽ നമുക്ക് മത്തങ്ങയെ കുറിച്ച് സംസാരിക്കാം. ചീമുട്ടയെ പോലെ ഈ ഭൂമി ഉടഞ്ഞു പോകട്ടെ, അതിന്റെ വഴിക്ക് വിട്ടേക്കുക, നമുക്ക് മത്തങ്ങയെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഇതുപോലെ ഒരുപാട് പരിഹാസയോഗ്യമായ കവിതകളും കടമനിട്ട എഴുതിയിട്ടുണ്ട്. ആർദ്രമായ ഒരുപാട് കവിതകൾ. നിങ്ങൾക്കറിയാലോ, ഒരുപാട് വേദികളിൽ ചൊല്ലപ്പെട്ട ഒരു കവിതയാണ് കടമനിട്ടയുടെ പരാതി എന്ന് പറയുന്നത്. പറയൂ പരാതി നീ കൃഷ്ണേ, നിന്റെ വിറയാർന്ന ചുണ്ടുമായി നിറയുന്ന കണ്ണുമായി പറയൂ പരാതി നീ കൃഷ്ണേ. അപ്പൊ ഈ ഇതില് മനോഹരമായ 2-3 വരികളുണ്ട്. എന്നും പറഞ്ഞവ തന്നെയാണെങ്കിലും എന്നും പുതിയതായി തോന്നും, അല്ലെങ്കിൽ എന്തുണ്ട് അനവധി കാര്യങ്ങൾ, ഉള്ളതൊരു ഇത്തിരി ദുഃഖം. ഇതല്ലാതെ എന്താണ് കവിത? ഇതല്ലാതെ എന്താണ് ജീവിതം? പിന്നെ കടമ്മനിട്ടയുടെ കവിതകളുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ പടയണി താളവും അതിന്റെ വന്യതയും ആണെങ്കിലും 2 കവിതകളാണ് അതിനകത്ത് ഏറ്റവും പ്രശസ്തമായിട്ട് വരുന്നത്. ഒന്ന് കുറത്തിയും ഒന്ന് കാട്ടാളനുമാണ്. കുറത്തിയും കാട്ടാളനും എന്തുകൊണ്ട്, കിരാതവൃത്തവും എന്തുകൊണ്ടാണ് ഈ കവിതകൾ ഇത്രയധികം പ്രശസ്തമായത്? കാരണം കടമ്മനിട്ട വളരെ രൂക്ഷമായ സാമൂഹിക വിമർശനം മുന്നോട്ട് വെച്ച പീഡിതർക്ക് വേണ്ടി നിലകൊണ്ട കവിതകളാണ് ഇതെല്ലാം. അതില് കുറത്തി തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തി എത്തുന്നു, വിളഞ്ഞ ചൂര പനമ്പ് പോലെ കുറത്തി എത്തുന്നു. കുറത്തിയിൽ നിന്ന് കവിത നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. 1 കുറത്തിയുടെ വരവ്, 2 കുറത്തിയുടെ ചോദ്യം, 3 കുറത്തിയുടെ ജാഗ്രതപ്പെടുത്തൽ. കുറത്തിയുടെ വരവാണ് ഞാൻ പറഞ്ഞത്. കുറത്തിയെ വീക്ഷിക്കുന്ന കരനാഥന്മാർക്ക് നേരെ വിരല് ചൂണ്ടി കുറത്തി പറയുന്ന ചില വരികളുണ്ട്. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നു, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായിരുന്നു. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ആൻഡ് വാണിംഗ് ഇവിടെയാണ്: വെന്ത മണ്ണിൻ വീറിൽ നിന്നും ഉറഞ്ഞെണീറ്റ കുറത്തി ഞാൻ,
എന്റെ മുലയുണ്ടുറച്ചു വരുന്ന മക്കൾ, അവരെ നിങ്ങൾ ഒടുക്കിയാൽ മുല പറിച്ചു വലിച്ചെറിഞ്ഞ് പുരമെരിക്കും ഞാൻ. ഈ കവിത അവസാനിക്കുന്ന എങ്ങനെയാണ്? കരിനാഗ കളമഴിച്ചു കുറത്തി നിൽക്കുന്നു, കാട്ടുപോത്തിൻ വെട്ടുപോലെ കുറത്തി നിൽക്കുന്നു, കാട്ടുവെള്ള പ്രതിമ പോലെ കുറത്തി നിൽക്കുന്നു, മുളങ്കരുത്തിൻ കൂമ്പ് പോലെ കുറത്തി നിൽക്കുന്നു. അതായത് ഏതൊരു അധസ്ഥിത സമൂഹത്തിനെയും ഒരു പരിധിക്കപ്പുറം ചൂഷണം ചെയ്താൽ അവർ എഴുന്നേറ്റ് നിൽക്കുമെന്നും അവർ പ്രതികരിക്കുമെന്നും ശക്തമായി തന്നെ പുരങ്ങൾ എരിക്കാനുള്ള ശക്തി അവരിൽ ഉണ്ടെന്നും വിളിച്ചു പറയുന്ന കവിതയാണ് കുറത്തി. അതുപോലെ തന്നെയുള്ള ഒരു കവിതയാണ് കാട്ടാളൻ. ശൈല ഡോക്ടറെ എന്നെ എത്തി നോക്കുന്നുണ്ട്, സമയം ആവാറായോ? എനിക്ക് തോന്നുന്നു ഇനി എത്ര സമയമുണ്ട്? ഇനി 5 മിനിറ്റുണ്ട്. അപ്പം ഒരു കവിത പറഞ്ഞ് അവസാനിപ്പിക്കാം. കാട്ടാളൻ എന്ന് പറയുന്ന കവിതയാണ്. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഏതൊരു നാടിനും അതിന്റെ ആദിമമായിട്ടുള്ള ഒരു വന്യജീവിതമുണ്ട്. അതിപ്പം കേരളത്തിന്റെ എടുത്താൽ, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളെ എടുത്താൽ, ആഫ്രിക്കൻ രാജ്യങ്ങളെ എടുത്താൽ, എല്ലാത്തിനും ആദിമമായ ഒരു വന്യ പ്രകൃതിയുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പൊ ഈ ഒരു ബന്ധത്തിന് ഇതിപ്പം കേരളമായിട്ടോ ആഫ്രിക്കയായിട്ടല്ല, ലോകത്ത് എവിടെയൊക്കെ ആദിമമായ ഒരു ജനസമൂഹമുണ്ടോ അവർക്ക് എല്ലാവർക്കും സമർപ്പിക്കപ്പെട്ട ഒരു കവിതയാണ് കാട്ടാളൻ എന്ന് തോന്നുന്നു. കാട്ടാളൻ ഞാൻ കാട്ടുകിഴങ്ങിൻ മൂട്ടിൽ മുളച്ചു വളർന്നു, കാർമുകിലിന്റെ മുലപ്പാൽ മാത്രം കണ്ടു കൊതിച്ചു കരഞ്ഞു. ഈ കാട്ടാളൻ ശരിക്കും പറഞ്ഞാൽ ആ വന്യജീവിതത്തിന്റെ പ്രതിനിധിയാണ്. അടിച്ചമർത്തപ്പെട്ട ആദിവാസി സമൂഹങ്ങളുടെ നിലവിളിയാണ് ഈ കവിത. ശരിക്കും നാഗരികത ചൂഷണം ചെയ്ത് നശിപ്പിച്ച സ്ഥലങ്ങളുടെ വക്താക്കളാണ് ഈ കവിത. ഞാനിത് വായിച്ചപ്പം നിങ്ങളതിനാ വിൽബർ സ്മിത്തിന്റെ നോവലുകൾ വായിച്ചിട്ടില്ലാത്ത മനുഷ്യരാരും കാണത്തില്ല. കാരണം എന്ന് വെച്ചാൽ ചരിത്രപരമായ സത്യങ്ങളെ നോവലാക്കി എഴുതിയ ഒരാളാണ് വിൽബർ സ്മിത്ത്. അപ്പൊ അതിന്റെ മെൻ ഓഫ് മെൻ എന്ന് പറയുന്ന നോവല് അതൊക്കെ ഫിക്ഷനൈസ് ആയതുകൊണ്ട് മിക്കവാറും എല്ലാവരും വായിക്കും. അതിന്റെ അകത്ത് ലോബങ്കുലെ കുറിച്ച് പറയുന്നു. ലോബങ്കുലെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ച ഒരു ആഫ്രിക്കൻ കിങ് ആണ്, ഒരാളുടെ പതനമാണ്. ശരിക്കും ഈ കവിത വായിക്കുമ്പോൾ ഞാൻ മെൻ ഓഫ് മെൻ എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞുകൊണ്ട് തന്നെ ഇതിലെ കാട്ടാളനായിട്ട് എനിക്ക് എപ്പോഴും ലോബങ്കുലെ മാത്രമേ സങ്കല്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതിലെ കാട്ടാളന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പുള്ളി ഒരു പറയുന്നത് എങ്ങനെയാണ്: പൂ പൂത്തപ്പോൾ എനിക്ക് ലഭിച്ചത് കൊഴിയും പോളകൾ മാത്രം, കായ്ച്ചപ്പോൾ എനിക്ക് ലഭിച്ചത് തൊണ്ടും തൊലിയും മാത്രം, ഇല്ല ഇല്ല ഇല്ലായ്മകളുടെ പല്ലവി കേട്ടുമടുത്തു. ഈ ഇല്ലായ്മകൾക്കൊടുവിൽ, നിസ്സഹായതകൾക്കൊടുവിൽ നമ്മളെ നശിപ്പിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും ഇടയിൽ ആരും ഇല്ലാത്ത മനുഷ്യൻ ആരുടെ കൈയാണ് പിടിക്കുന്നത്? ആരും ഇല്ലാത്ത മനുഷ്യൻ ഉണ്ടാക്കുന്ന സങ്കല്പമാണ് ദൈവം. ആരുമില്ലാത്ത മനുഷ്യന്റെ കൈപിടിക്കുന്ന സങ്കല്പമാണ് ദൈവം. അത് ആദിമമായ കുലത്തിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് കുലദൈവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായത്. അപ്പൊ കരിങ്കാളിയെ വിളിക്കുന്ന കാട്ടാളനാണ് ശരിക്കും പറഞ്ഞ കാട്ടാളൻ എന്ന് പറഞ്ഞ കവിതയിലെ ഏറ്റവും വലിയ ബിംബം എന്ന് പറയുന്നത്. അപ്പൊ ഈ കരിങ്കാളിയെ തേടി നടക്കുന്ന കാട്ടാളന്റെ ഈ കവിതയുടെ ഒരു ഭാഗത്താണ് ശരിക്കും പടയണിയുടെ വന്യമായ താളം കുറഞ്ഞു വരുന്നത്. കാഞ്ഞിരമാല അണിന്തവൾ നീയെ, കാഞ്ഞിരത്തേൽ കുടി കൊള്ളുവൾ നീയെ, കുത്തിയുതിരം കുടിപ്പവൾ നീയെ, കുടൽ കൊണ്ട് മാല അണിയുന്നവൾ നീയെ എന്ന് പറഞ്ഞുകൊണ്ട് കാളിയെ പറയുമ്പോൾ ഇവിടെ ഒരു വലിയ വ്യത്യസ്തത കടമ്മനിട്ട കൊണ്ടുവരുന്നു. നമ്മളുടെ ദൈവസങ്കല്പം പലപ്പോഴും എന്താണ്? അമ്മയായിട്ടാണ്, ദേവിയായിട്ടാണ്. പക്ഷെ ഇവിടെ കാമിനിയായിട്ട് കാളിയെ കാണാൻ പറ്റുന്ന കടമ്മനിട്ടയുടെ മനസ്സിനെ നമിച്ചുകൊണ്ട് മാത്രമേ ഈ കവിത വായിക്കാൻ പറ്റൂ. കാരണം എത്ര സമ്പൂർണ്ണമാണ് ആ ദൈവസങ്കല്പം എന്നുള്ളത് കൊണ്ടാണ്. എണ്ണക്കണ്ണും അടച്ചു കിടക്കും പെണ്ണിവൾ എന്നോട് പെണ്ണോ, കാളി കാളിമയർന്നോളെ കാമം തീർക്കാനാണ് എന്നാണ് കടമ്മനിട്ട ആ കവിതയെ പറയുന്നത്. കടമ്മനിട്ട ദേവി ഭക്തനാണ്. സ്ഥിരമായി പടയണി രംഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി കർശനമായി മാർക്സിസ്റ്റ് ചിന്താഗതി ഉണ്ടായിരുന്ന ഒരാളാണെങ്കിലും പടയണിയെ ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്. പുള്ളി എഴുതിയ കവിതയാണ്: നിന്റെ പുരിങ്കുഴൽ അഴിയുമ്പോൾ അലയാഴി കലങ്ങുകയല്ലേ, മിന്നൽ മുറിഞ്ഞു മുറിഞ്ഞെന്നും നിൻ ചില്ലിയിൽ വീഴാറില്ലേ, വെള്ളിടി വന്ന് വിളക്ക് കൊളുത്തും നിൻമിഴി. ഒന്ന് ആലോചിച്ചോളൂ. നമ്മൾ പലപ്പോഴും ഈ ദൈവ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വെള്ളിടി വന്ന് അതിന്റെ കണ്ണിൽ വിളക്ക് കൊളുത്താൻ മാത്രം പവിത്രമായിട്ട് അതിനെ കാണാറുണ്ടോ? വെള്ളിടി വന്ന് വിളക്ക് കൊളുത്തും നിൻമിഴിയിൽ ഞാൻ കാണുന്നു, അണയാ ശക്തികൾ ഇണചേരുമ്പോൾ ആളിക്കത്തും ജ്വാല, കാലം കാവൽ പട്ടി കണക്ക കാലടി ഇങ്കൽ നമിക്കുന്നു, കാളി കാളിമയർന്നോളെ എൻ കാമം തീർക്കാനിറങ്ങി, 8 കരങ്ങൾ വരിഞ്ഞെന്നെ നീ കെട്ടിപ്പുണരു കരിങ്കാളി, ഞെട്ടിഞ്ഞെരിഞ്ഞു തകർന്നടിയട്ടെ കഷ്ടപ്പാടിൻ കങ്കാളം എന്ന് കാളിയോട് പറയുന്ന ആളാണ് കടമ്മനിട്ട. ഈ കവിതയുടെ അവസാനം ഇങ്ങനെയാണ്: എന്റെ കരിന്തൊലി, എന്റെ തന്നെ കരിന്തൊലി, എന്റെ കരിന്തൊലി യൂറക്കിട്ടത് എടുത്തു പുതച്ചൊരു തപ്പും, എന്റെ വിരൽ തുമ്പ് ഒപ്പിയെടുത്ത് തുടച്ചു മിനുക്കിയ പാട്ടും, കൊട്ടിപ്പാടി വിളിക്കുന്നു ഞാൻ കെട്ടിപ്പുണരു കരിങ്കാളി, ഞെക്കിപ്പിഴിയു കരിങ്കാളി. ഇതാണ് ആ കവിത. അത് മുഴുവനായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തുള്ളി കണ്ണീരെങ്കിലും ഒഴുക്കാതെ, അത് നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ, ഒരാളുടെ ദയനീയമായ ഒരു നിലവിളി കേൾക്കാൻ ഒരു ശക്തി ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഈ കവിത വായിച്ചാൽ അത് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ദേവിയെ ഒരു വ്യക്തിയായിട്ടോ ഒരു അവബോധമായിട്ടോ അല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിലുപരി നിസ്വരായിട്ടുള്ള പച്ചയായിട്ടുള്ള മനുഷ്യരുടെ വാക്കിലൂടെ
നൃത്തത്തിലൂടെ അവരുടെ ഉറഞ്ഞു തുള്ളലിലൂടെ എല്ലാം കണ്ടെത്തുന്ന ഒരു അതീതത്വമായിട്ട് ദേവീ സങ്കല്പത്തിനെ കൊണ്ടുവരുന്ന മഹത്തായ ഒരു കവിത തന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ സമയം ഏകദേശം തീർന്നു. ഞാൻ ഇതിന്റെ കൺക്ലൂഷനായിട്ട് ഇത്ര മാത്രം പറയുന്നു. കടമ്മനിട്ട എന്ന് പറയുന്ന കവി കടന്നുപോയിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ ഇന്നും കടമ്മനിട്ട കാവിൽ മേടമാസത്തിൽ പടയണിയുടെ കളങ്ങൾ ഉയരാറുണ്ട്, താവടിയും പുലവൃത്തവും ഉയരാറുണ്ട്, യക്ഷിയും മാടനും മറുതയും ഉറഞ്ഞു തുള്ളാറുണ്ട്. അതുപോലെ തന്നെ ഇരുട്ടിൽ പന്തങ്ങളുമായിട്ട് കാലൻ കോലവും ഭൈരവി കോലവും വരുമ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് കടമ്മനിട്ടയുടെ മണ്ണിൽ ഈ പറഞ്ഞ പടയണി കളത്തിലുണ്ടോ അവിടെയെല്ലാം ഒരു തപ്പും കൊട്ടിക്കൊണ്ട് എവിടെയോ പുതിയ വരികളുമായിട്ട് കടമ്മനിട്ട നിൽക്കുന്നതായി സങ്കല്പിക്കും, അദ്ദേഹത്തെ സ്നേഹിക്കും. അപ്പോൾ വാക്കുകളെ കൂട്ടി ഉരച്ചൊരു കാട്ടുതീ തന്നെ ഉണ്ടാക്കിയ പ്രിയപ്പെട്ട കവിക്ക് ഹൃദയത്തിന്റെ വാക്കിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പദങ്ങൾ അന്യമാർന്ന വാക്യം ഭവിപ്പു സാർത്ഥകമായിക്കൊണ്ടുള്ളതായിരുന്നു ഡോക്ടർ ഷീബ രജികുമാറിന്റെ പ്രസന്റേഷൻ അവതരണം. നമുക്ക് അടുത്ത നമ്മുടെ ആദരണീയനായ ഡോക്ടർ പ്രദീപിനെ വായന അനുഭവങ്ങൾ പങ്കുവെക്കാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹം കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസറാണ്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ ഒരുപാട് കലാബോധവും കലാകാരൻ കൂടിയ ഡോക്ടർ പ്രദീപിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ ശിവകുമാർ സാർ, IFPHന്റെ പ്രവർത്തകരെ, പ്രിയ ഡോക്ടർമാരെ, സുഹൃത്തുക്കളെ, കുടുംബ സുഹൃത്തുക്കളെ, ഇന്ന് ഒരു വായന അനുഭവം പങ്കുവയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട ഒരു കൃതിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു നോവലാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കിസിന്റെ കോളറ കാലത്തെ പ്രണയം. അന്താരാഷ്ട്ര പ്രശസ്തനായ കൊളംബിയൻ സാഹിത്യകാരനായ ശ്രീ മാർക്കിസ്, അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വിന്നർ ആണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് 100 Years of Solitude, ഏകാന്തതയുടെ 100 വർഷങ്ങൾ. അതുപോലെ ലീഫ് സ്റ്റോം, ഈവിൾ അവർ എന്നീ കൃതികൾ രചിച്ച മാർക്കിസ് 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലവും പ്ലോട്ടാക്കിക്കൊണ്ട് എഴുതിയ ഒരു രചനയാണിത്, കോളറ കാലത്തെ പ്രണയം എന്നത്. കോളറയും വാർദ്ധക്യവും ഗൃഹാതുരതയും ഓർമ്മയും മറവിയും നിറയുന്ന ഈ നോവലിന്റെ പ്രമേയം കാലമാണ്. ചരിത്രത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നതും ചരിത്രത്തെ അതിജീവിക്കുന്നതുമായ കാലബോധം നോവൽ വായനയെ ഉടനീളം ആവേശിക്കുന്നു. കൊളോണിയൽ ആധിപത്യ കാലത്തിന്റെ തീക്കനലുകൾ ചവിട്ടി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്ന കരീബിയൻ ജനജീവിതത്തിന്റെ ബലതന്ത്ര വിന്യാസം കൂടിയാകുന്നു ഈ കൃതി. 2 കഥാപാത്രങ്ങളും പ്രധാനമായിട്ടുള്ള ഫ്ലോറന്റിനോ അരിസ എന്ന യുവാവിന്റെയും ഫെർമിന ഡാസ എന്ന യുവതിയുടെയും പ്രണയമാണ് ഈ കൃതിയിൽ പറഞ്ഞിരിക്കുന്നത്. വൃദ്ധ പ്രണയത്തിന് അപോമമായ ലാവണ്യമുണ്ട്. അനന്തമായി നീണ്ടുവരുന്നു കിടക്കുന്ന ജലാശയത്തിലൂടെ നീങ്ങുന്ന അവരുടെ യാനപാത്രം വീണ്ടും വീണ്ടും യാത്ര ചെയ്യുന്നത് ലാ ഡൊറോസ എന്ന സാങ്കല്പിക സുവർണ നഗരിയിലേക്കാണ്, പ്രതീക്ഷയുടെ നഗരിയിലേക്കാണ് ഈ വൃദ്ധ കവിതാക്കൾ കടന്നു പോകുന്നത് എന്നതാണ് ഇതിന്റെ നോവലിന്റെ അന്ത്യം എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കഥാനായകൻ ഫ്ലോറന്റിനോ അരിസ എന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ ചെറുപ്പകാലത്ത് തന്നെ ഈ ഫെർമിന ഡാസയുമായി പ്രണയത്തിലാവുന്നു. ഈ 2 കുടുംബങ്ങൾ തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. അദ്ദേഹം ഒരു പോസ്റ്റ് നൽകാനായിട്ടാണ് ഇവരുടെ വീട്ടിൽ ആദ്യമായി ചെല്ലുന്നത്. ആദ്യ ദർശനത്തിൽ തന്നെ ഫ്ലോറന്റിനോ അരിസ അവളിൽ ആകൃഷ്ടനാവുകയാണ്. ഫ്ലോറന്റിനോ സ്കൂളിൽ പോകുമ്പോൾ കടന്നുപോയിരുന്ന ഒരു പാർക്കിൽ ഇയാൾ എന്നും ഇവളെയും കാത്തിരിക്കും. അവൾ വരുമ്പോൾ പല പ്രാവശ്യം പറയണമെന്ന് തോന്നി, പ്രണയാഭ്യർത്ഥന നടത്തണമെന്ന് തോന്നി, പക്ഷെ പറ്റിയില്ല. പക്ഷെ ഒടുവിൽ അദ്ദേഹം ഒരു കത്ത് എഴുതി, അന്നത്തെ രീതി അനുസരിച്ച് കത്തെഴുത്തലാണല്ലോ, കത്തെഴുതി കൊടുത്തപ്പോൾ ഈ അദ്ദേഹത്തിന്റെ അഭിലാഷം പറഞ്ഞപ്പോൾ തന്നെ ആ കുട്ടി അദ്ദേഹത്തിൽ ആകർഷനാവുകയും ഒരു പ്രണയിതാക്കളായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീട് ഈ പ്രണയത്തിൽ നിന്ന് വേർപിരിക്കുന്നതിനായിട്ട് ഈ ഫ്ലോറന്റിനോയുടെ ഫാദർ, അച്ഛൻ അവളെയും കൂട്ടി പോയി വിദൂരമായ ഒരു സ്ഥലത്ത് പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും ഈ ഫ്ലോറന്റിനോയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരാളായിരുന്നില്ല അയാൾ. അവളുടെ പ്രതീക്ഷയ്ക്ക് നിന്നും വളരെ വിപരീത സ്വഭാവങ്ങളുള്ള ഒരാളായി മാറുകയാണ് ഈ ഫ്ലോറന്റിനോ അരിസ. അപ്പോ പിന്നീട് ഇവര് വേർപിരിയുന്നു. ഫെർമിനയെ
അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ, വളരെ വിഖ്യാതനായ അർബിനോ എന്ന് പറയുന്ന ഡോക്ടർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. വളരെ നാളുകൾ അവരെ ജീവിച്ചു, മക്കളൊന്നുമില്ല. വളരെ സന്തുഷ്ടമായിരുന്നെന്ന് പുറം ലോകം തോന്നുമെങ്കിലും വളരെ ഇവര് ഒരു എന്താണ് യാന്ത്രികമായ ഒരു ജീവിതമാണ് ഇവർ നയിച്ചത്. ഒരു സുപ്രഭാതത്തില് ഈ 81ാമത്തെ വയസ്സില് ഈ അർബിനോ എന്ന് പറയുന്ന ഡോക്ടർ തത്തയെ പിടിക്കാനായിട്ട് ഒരു മരത്തിന്റെ മുകളിൽ കയറുമ്പോൾ അവിടെ നിന്ന് വീണ് മരിക്കുകയാണ് ചെയ്തത്. അന്ന് ആ മരണശേഷം അന്ന് വൈകുന്നേരം ആ വീട്ടിലെത്തിയ ഫ്ലോറന്റിനോ ഫെർമിനയോട് തന്റെ ആഗ്രഹം അറിയിക്കുകയാണ്. അവൾ അയാളെ ആട്ടിപ്പായിക്കുകയാണ്. കാരണം ഭർത്താവ് മരിച്ച അതേ ദിവസം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രണയാഭ്യർത്ഥന, വീണ്ടുമുള്ള പ്രണയാഭ്യർത്ഥന പറയും. അയാൾ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ്. പക്ഷെ വർഷങ്ങൾക്ക് കുറെ നാളുകൾക്ക് ശേഷം ഈ ഒരു മഹാമാരി കാലത്ത്, കൊളറ മഹാമാരി കാലത്ത് ഇവർ വീണ്ടും അടുക്കുകയും ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു വൃദ്ധ പ്രണയത്തിന്റെ ഒരു മേഖലയാണ് ഇത്. ഈ നോവലില് കോളറ 2 തവണ കോളറ കടന്നു വരുന്നു. ഈ സത്യത്തിൽ കോളറയാണ് ഈ 3 പേരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഈ ഫെർമിനയ്ക്ക് കോളറ വരുമ്പോഴാണ് അർബിനോ അവിടെ വരുന്നത്. അർബിനെ കാണാനായിട്ട് ഫ്ലോറന്റിനോ കോളറ ബാധിച്ച് ചെല്ലുന്നുണ്ട്. അവസാനം അവസാനം നിമിഷം ഇവർ രണ്ടുപേരും കൂടെ ഒരു കപ്പൽ യാത്ര നടത്തുകയാണ്. അവിടെ വെച്ച് ഇവർക്ക് കോളറ ഉണ്ട് എന്ന നാട്യത്തിലാണ് ഈ ഫ്ലോറന്റിനോ ഫെർമിനയെ കപ്പലിൽ കൂടെ കൂട്ടുന്നതും. അന്ന് ഈ കോളറ ബാധിച്ച കപ്പലുകൾ അല്ലെങ്കിൽ യാനപത്രങ്ങൾ പോകുമ്പോൾ കോളറയുടെ ഒരു ഫ്ലാഗ് അവിടെ ഉയർത്തുമായിരുന്നു. ഈ ഫ്ലാഗ് ഇദ്ദേഹം സത്യത്തിൽ ഫെർമിനയ്ക്ക് കോളറ ഇല്ലായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് കാണുവാനും സംസാരിക്കുവാനുമായിട്ട് കോളറയുടെ ഈ ഫ്ലാഗ് അവിടെ ഉയർത്തി ആ കപ്പലുമായിട്ട് ആ കപ്പലിൽ അവരിങ്ങനെ ക്രമബദ്ധരായിട്ട് പോകുന്നതാണ് കണ്ടുവരുന്നത്. ഫ്ലോറന്റിനെയും അർബിനെയും ഫെർമിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി കോളറ മാറുകയാണ്. പേമാരിക്കാലത്തും ഊഷ്മളമായ മനുഷ്യബന്ധങ്ങൾക്കുള്ള സാധ്യതകളാണ് മാർക്കേസ് ദൃഷ്ടിവാക്കുന്നത്. ഇതിൽ എന്നെ ആകർഷിച്ച മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അർബിനോ എന്ന് പറയുന്ന ഡോക്ടർ. അദ്ദേഹം ഒരു കൃത്യനിഷ്ഠയുള്ള നല്ലൊരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന് ചില ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ചില ക്രമം അനുസരിച്ചാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്. പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കും. അപ്പോഴാണ് അദ്ദേഹം ചില രഹസ്യ മരുന്നുകൾ കഴിക്കുന്നത്. ഊർജ്ജസ്വലം നിലനിർത്താൻ പൊട്ടാസ്യം ബ്രോമൈഡ്, കാലിബ്രോം എന്ന് പറയുന്ന നമ്മുടെ മെഡിസിനാണ്. അത് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പൊട്ടാസ്യം ബ്രോമൈഡ് കഴിക്കും. അതുപോലെ മഴക്കാലത്ത് സന്ധിവാതത്തിന് സലിസിലേറ്റുകൾ അദ്ദേഹം കഴിക്കും. തലചുറ്റലിന് എർഗോസ്റ്ററോൾ കഴിക്കും. സുഖനിദ്രയ്ക്ക് ബെലഡോണ, അത് എന്നെ പ്രത്യേകിച്ച് സ്ട്രൈക്ക് ചെയ്തതാണ്. ബെലഡോണ ടീഞ്ചറിന് അങ്ങനെ ഒരു ഇഫക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. സുഖനിദ്രയ്ക്ക് ബെലഡോണ. അതുപോലെ അധികം മരുന്നുകൾ കഴിക്കുമ്പോൾ അതിനുള്ള ഭയം കൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ കർപ്പൂരത്തിന്റെ പുക ശ്വസിക്കുമായിരുന്നു. നമുക്കറിയാം, ഒരു യൂണിവേഴ്സൽ ആന്റിഡോട്ടാണ് ഈ കർപ്പൂരത്തിന്റെ ഗന്ധം എന്ന് പറയുന്നത്. അപ്പൊ ആ ഡോക്ടർക്ക് അറിയാം ഞാൻ അമിതമായിട്ട് മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ കർപ്പൂരത്തിന്റെ ഗന്ധം വലിച്ചു കയറ്റിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എപ്പോഴും അദ്ദേഹം ഈ പോക്കറ്റിൽ കർപ്പൂരത്തിന്റെ ഒരു കൂട് കരുതുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഉള്ളിൽ കഴിക്കുന്ന ഈ മരുന്നുകൾ മറ്റൊരു രീതിയിൽ ഇഫക്റ്റ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി കർപ്പൂരം കൊണ്ട് നടന്നിരുന്നതാണ്. പേറ്റന്റ് ഉള്ള മരുന്നുകളെ ഡോക്ടർ കൂടുതൽ അവിശ്വസിച്ചു. നമ്മുടെ ഈ മെഡിക്കൽ സൈഡിൽ നിന്നൊരു ആസ്പെക്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്കത് സ്ട്രൈക്ക് ചെയ്യുന്നത്. ശസ്ത്രക്രിയയുടെ ആഭാസവത്കരണത്തെ പരിഭ്രമത്തോടു കൂടിയാണ് അദ്ദേഹം ഈ അർബിനോ എന്ന് പറയുന്ന ഡോക്ടർ കണ്ടിരുന്നത്. ഡോക്ടർ പറയും, മരുന്നിന്റെ പരാജയത്തിന് ഏറ്റവും നല്ല തെളിവാണ് ശസ്ത്രക്രിയയ്ക്കുള്ള കത്തി. അത് ഞാൻ എൻ്റെ ഞാൻ വായിച്ച ബുക്കിൽ അടിവരയിട്ട് എഴുതി സൂക്ഷിച്ചതാണ്. മരുന്നിന്റെ പരാജയത്തിന് ഏറ്റവും നല്ല തെളിവാണ് ശസ്ത്രക്രിയയ്ക്കുള്ള കത്തി. അതായത് അൺവാണ്ടഡ് സർജറികൾ ധാരാളമായി പെരുകുന്ന ഒരു കാലത്ത് ഈ വാക്യം നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. ഓരോ മനുഷ്യനും അവന്റെ തന്നെ മരണത്തിന്റെ പരമാധികാരിയാണ്. സമയമെടുക്കുമ്പോൾ നമുക്ക് ആകെ ചെയ്യാനുള്ളത് അവനെ ഭയവും വേദനയും ഇല്ലാതെ മരിക്കാൻ സഹായിക്കുക മാത്രമാണ്. ആ ഒരു ആസ്പെക്റ്റും നമ്മൾ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയാണോ ഇപ്പോഴത്തെ ആളുകൾ മരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും വളരെയധികം പ്രസിദ്ധമായ ഒരു കൃതിയാണിത്. ഡോക്ടർ ബി ഇക്ബാൽ പറഞ്ഞത് കൊളറ കാലത്ത് ഒരു വയോജന പ്രണയകാവ്യം എന്നാണ് ഈ പുസ്തകത്തെ അദ്ദേഹം പറഞ്ഞത്, പരിചയപ്പെടുത്തിയത്. നോവലിൽ ഈ വൃദ്ധയായ ആളുകൾക്ക് പ്രണയിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം.
അത് മറ്റൊരു ശാരീരിക ആവശ്യത്തിന് അല്ല, അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ സുഖത്തിന് വേണ്ടി ഈ പ്രണയം സാധ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പേമാരിക്കാലത്തും ഊഷ്മളമായ മനുഷ്യബന്ധങ്ങൾക്കുള്ള സാധ്യതകളാണ് മാർക്കേസ് ദൃശ്യമാക്കുന്നത്. അപ്പൊ ഒരേ സമയം മനുഷ്യരെ അകറ്റുകയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നോവൽ തരുന്ന സന്ദേശം. തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട, വളരെ കൃത്യതയോടെ മനസ്സിരുത്തി വായിക്കേണ്ട ഒരു നോവലാണ് എല്ലാ ഡോക്ടർമാരും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ പ്രസിദ്ധമായ കൃതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ പരിചയമുള്ളവർ, ധാരാളമുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടെന്നറിയാം. എങ്കിലും ഈ ഒരു വായനാ ദിനത്തിൽ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഇതിലേക്ക് ക്ഷണിച്ച സംഘാടകരെ, ഡോക്ടർ മനോജിനെ, IFPHന്റെ പ്രിയ ഡോക്ടർമാരെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്, ഉദ്ഘാടനം ചെയ്ത ശിവകുമാർ സാറിനെ ഒരിക്കൽ കൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദി ഡോക്ടർ പ്രദീപ്, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. കോളറയാണ് അവരെ തമ്മിൽ കണക്ട് ചെയ്തെങ്കിൽ ഇവിടെ ഹോമിയോപ്പതി ഡോക്ടർമാരെയും ഹോമിയോപ്പതി സ്നേഹികളെയും തമ്മിൽ കണക്ട് ചെയ്തത് കോവിഡ് ആണ്. അതിന് കാരണക്കാരനായ സലാഹുദ്ദീൻ സാർ ഇവിടെ ഉണ്ട്. നമുക്ക് തീർച്ചയായിട്ടും സലാഹുദ്ദീൻ സാറിലേക്ക് വരാം. നമുക്ക് അടുത്തതായിട്ട് നന്ദലാൽ, ഇപ്പൊ ഡോക്ടർ പ്രദീപും ഡോക്ടർ നന്ദലാൽ, ഇവര് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റില് രണ്ടുപേരും രണ്ട് ഗണത്തിൽപ്പെട്ട മലയാള ഭാഷയ്ക്കായിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് വാങ്ങിയവരാണ്. മലയാള ഭാഷയ്ക്കുള്ള സംഭാവനകളുടെ പേരിൽ ഇവിടെ ശ്രീ നന്ദലാലിനെ ക്ഷണിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാലോ അല്ലേ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോ പ്രിയപ്പെട്ട, എനിക്ക് ഏറെ പ്രിയപ്പെട്ട പ്രദീപ് ഡോക്ടർ, ശിവ ഡോക്ടർ, മനോജ് ഡോക്ടർ, എല്ലാവർക്കും ഇപ്പോ ഷീബ ഡോക്ടറും പ്രദീപ് ഡോക്ടറും പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ രണ്ടുപേരും ഓരോ കൃതികൾ സെലക്ട് ചെയ്ത് പറയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ ഒരു വായന എങ്ങനെയാണ് എന്നെ രൂപപ്പെടുത്തിയത് എന്നുള്ള രീതിയിലുള്ള ഒരു പാറ്റേണിലാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു പുസ്തകം മാത്രമായിട്ട് എങ്ങനെ എന്ത് സ്വാധീനം ഉണ്ടാക്കി എന്നതല്ല. പൊതുവെ ജനറേഷൻ എക്സ് എന്നൊക്കെ വിളിക്കുന്ന ഒരു തലമുറയുടെ പ്രതിനിധിയാണ് ഞാൻ. 1980 ജനിച്ചുകൊണ്ടാണ് നമ്മൾ ജനറേഷൻ എക്സ് എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അതിൻ്റെ ഒരു പേടിപ്പെടുത്തുന്ന ദിവസങ്ങൾക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ജനിക്കുന്ന ഒരാളാണ്. ബാല്യത്തിലാണ് ശരിക്കും ഈ ബെർലിൻ മതിൽ പൊളിയുന്നതും സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തകർന്നടിയുന്നതും ഇത് ദീർഘകാലമായിട്ട് അമേരിക്കയും USSRും തമ്മിൽ നടന്ന ഒരു ശീതയുദ്ധം അവസാനിക്കുന്നതും അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു യൂണിപോളാർ വേൾഡ് അല്ലെങ്കിൽ ഏകധ്രുവ ലോകം രൂപം കൊള്ളുന്നതൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു വളരെ സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമാണ് ശരിക്കും അക്കാലത്ത് നമ്മുടെ വായനയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വായന നമ്മൾ പതിവ് രീതി, ഫിക്ഷനുകളുടെ രീതിയിൽ നിന്ന് മാറി മറ്റൊരു തലത്തിലേക്ക് പോകുന്നുണ്ട്. കഥ, നോവൽ, ചെറുകഥ എന്നുള്ള അത് വായിച്ചിട്ടില്ല എന്നല്ല, പക്ഷെ താല്പര്യം അതിൽ നിന്ന് ഇത്തരത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ നിരൂപണങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ശരിക്കും സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് തൊട്ട് മുമ്പ് ഈ മിർ, റാദുക, പ്രോഗ്രസ് എന്നൊക്കെ പറയുന്ന സോവിയറ്റ് പബ്ലിഷേഴ്സ് ധാരാളം മലയാളം പുസ്തകങ്ങൾ, കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും ഒക്കെ ആയിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ ലോകത്തിലെ വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ മലയാളം പുസ്തകങ്ങൾ പ്രഭാത് ബുക്ക് ഹൗസ് സ്ഥിരമായിട്ട് അവരുടെ പുസ്തക പ്രദർശനങ്ങളിൽ ഉൾപ്പെടുത്തുകയും നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ 4, 5, 6, 7 വരെയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുന്നേ ഈ പുസ്തക പ്രദർശനങ്ങൾ പോവുകയും ഇത്തരം പുസ്തകങ്ങൾ ധാരാളം വായിക്കാൻ കിട്ടുകയും ചെയ്തിരുന്നു. ഇത്തരം പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത, അത് ഈ ജനറേഷൻ എക്സിൽപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. ഇത്തരം പുസ്തകങ്ങൾ പലപ്പോഴും വളരെ മനോഹരമായിട്ടുള്ള വർണ്ണ ചിത്രങ്ങൾ ഉണ്ടാവുക, അതിൽ കൊടുത്തിരിക്കുന്ന വിവരണങ്ങൾ ഗംഭീരമായിട്ടുള്ള വിവരങ്ങളായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ചിത്രങ്ങളും വിവരണങ്ങളും കൂടിയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ ഒരു പുതിയ ലോകത്തെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ പുസ്തകങ്ങളിൽ നാടോടി കഥകളുണ്ട്, ഈ കുട്ടികൾക്കുള്ള ശാസ്ത്രകൃതികളുണ്ട്, ക്ലാസിക് കൃതികളുടെ കുട്ടികൾക്ക് വേണ്ട പതിപ്പുകളുണ്ട്. അതുപോലെ ചെറിയ 1ാം ക്ലാസ് തൊട്ടേ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളെന്ന നിലയിൽ ഇംഗ്ലീഷ് വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില പുസ്തകങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ വായിക്കുന്നതാണ് പിൽക്കാലത്ത് ഈ സോവിയറ്റ് യൂണിയനിലെ പബ്ലിഷേഴ്സ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള
1, 2, 3 അനന്തം പോലെയോ ഭൗതിക കൗതുകം പോലെയോ ഒക്കെയുള്ള ജോർജ് ഗാമോവ്, ഐസക് അസിമോവ്, യാക്കോബ് പെർൽമാൻ എന്നൊക്കെ പറയുന്ന ആളുകളിലേക്ക് നമ്മുടെ വായനയെ നീട്ടുന്നതിന്, അതിന് അവിടേക്കൊരു കൈയെത്തിക്കുന്നതിന് ഇത്തരം സോവിയറ്റ് പുസ്തകങ്ങൾ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ഇത്തരം പുസ്തകങ്ങളുടെ ലഭ്യത ഇല്ലാതാവും. പക്ഷേ ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അനുഗ്രഹം, ആ സമയത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുമായിട്ട് മലയാളത്തിൽ പ്രസാധക രംഗത്ത് ചുവടുറപ്പിക്കുന്നുണ്ട്. ഇത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു വായനാ വിപ്ലവത്തിന്റെ ഒരു തുടക്കം തന്നെയായിരുന്നു. ഇപ്പൊ ശാസ്ത്ര കൗതുകം അല്ലെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ള വളരെ ഗഹനമായിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങളെ അതിലളിതമായിട്ടുള്ള ഭാഷയിൽ മനോഹരമായ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് വിശദാക്കിയിട്ടുള്ള ഈ പുസ്തകങ്ങൾ ശരിക്കും ശാസ്ത്രത്തിൻ്റെയും യുക്തിൻ്റെയും ബോധത്തിൽ ഊന്നിയിട്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു ആശയത്തെ നമ്മുടെ ഉള്ളിൽ അരക്കിട്ടുറപ്പിക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകം ഓർക്കുന്ന ഒരു കാര്യം, ഈ പൊതുവെ പൂജാ ഹോളിഡേയ്സിൽ മഹാനവമി ദിവസം പുസ്തകം തുറക്കാൻ എല്ലാവർക്കും പേടിയാണ്. അത്തരം ദിവസങ്ങളിൽ പോലും രാവിലെ തൊട്ട് രാത്രി വരെ നീളുന്ന ഒരു വായനയ്ക്കുള്ള ദിനമാക്കിയിട്ട്, ഒരു ദിവസമാക്കി അതിനെ മാറ്റുന്നതിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾക്കും അതിലൂടെ കിട്ടിയിട്ടുള്ള ഈ ശാസ്ത്രബോധത്തിനൊക്കെയുള്ള പങ്ക് ചെറുതൊന്നുമല്ല. പിന്നീട് 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന അതേ കാലത്ത് തന്നെയാണ് ഏതാണ്ട് പ്രൊഫസർ എസ് ശിവദാസ് എഴുതി പരിഷത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പുസ്തകം. ഈ പുസ്തകമാണ് ശരിക്കും പ്രകൃതി ബോധം, പരിസ്ഥിതി ബോധം ഉള്ളിൽ നിറക്കുന്ന ഒരു സാധനം. അതുകൂടാതെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന നിരന്തര പരിസ്ഥിതി ചർച്ചകളും അത്തരത്തിലൊരു പരിസ്ഥിതി സ്നേഹം ഉണ്ടാവുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അക്കാലത്ത് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഈ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങൾ നടന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ സമരങ്ങളിലൊക്കെ വിജയിച്ച ഒരേ ഒരു സമരം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ, കേരളത്തിലെ വടക്കൻ മലബാറിലെ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 20-25 കിലോമീറ്റർ അകലെ. അവിടെ വലിയൊരു സമരം നടക്കുകയും ആ സമരത്തിന്റെ ഭാഗമായിട്ട് നാട്ടുകാർ മുഴുവൻ സംഘടിച്ചിട്ട്, കേരളത്തിലെ പരിസ്ഥിതി രംഗത്തെ ആളുകളൊക്കെ സംഘടിച്ചിട്ട്, സാമൂഹ്യ നായകന്മാരൊക്കെ സംഘടിച്ചിട്ട് ഈ സമരത്തിന്റെ ഒരു കൾമിനേഷൻ എന്നുള്ള രീതിയിൽ പെരിങ്ങോം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് 4 ദിവസത്തെ ഒരു ബഹുജന മാർച്ച് നടക്കുന്നുണ്ട്. അതിൽ 4 ദിവസം പങ്കെടുത്തിരുന്നു ഞാൻ. ഇത് എം ടി വാസുദേവൻ നായർ, സുഗതകുമാരി ടീച്ചർ, എം പി വീരേന്ദ്രകുമാർ, ബിഷപ്പ് പൗലോസ്, മാർ പൗലോസ്, ഇങ്ങനെയുള്ള പ്രമുഖരൊക്കെ അതിലുണ്ട്. അതിലേറ്റവും പ്രായം കുറഞ്ഞ ആളായിട്ട് ഞാനുണ്ട് ഈ 4 ദിവസം. ഇത് ശരിക്കും മനുഷ്യപക്ഷത്ത് തന്നെ നമ്മൾ എന്തുകൊണ്ട് നിലയുറപ്പിക്കണം, അതിൻ്റെ ഒരു അനിവാര്യത എന്താണെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുത്തുന്ന ചില വായനകളിലൂടെയാണ് അത് സാധിച്ചിട്ടുള്ളത്. അതുപോലെ പിന്നെ ഞാൻ വളർന്നു വന്നൊരു സാഹചര്യത്തിനും ഈ വായന, ചർച്ച, വാഗ്വാദം എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ ഒരു പശ്ചാത്തല സൗന്ദര്യം എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരള ചരിത്രത്തിൽ വിവിധ മേഖലകളിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ രൂപീകരണത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ സാക്ഷിയാവാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ ചില ചർച്ചകളിൽ നിന്ന്, അതായത് എനിക്ക് 5-6 വയസ്സൊക്കെ ഉള്ള സമയത്ത് കേട്ട ചില ചർച്ചകളിൽ നിന്നാണ് സിമോൺ ദി ബൂവേ, സാർത്ര, അല്ലെങ്കിൽ നോം ചോംസ്കി, ഇവാൻ ഇല്ലിച്ച്, എറിക് ഫ്രോം ൊക്കെ കൺസെന്റ് ഒക്കെ പോലെയുള്ള വളരെ നളത്തിന്റെ ഒരു പൊതുസമൂഹത്തിൽ ഈ വിഷയം സമഗ്ര ചർച്ചയാവുന്നതിന് എത്രയോ മുന്നേ ഇങ്ങനെ ഒരു ആശയം ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. കാലത്ത് പരിചയമില്ലാത്ത ഒരു സാധനം കേൾക്കുന്ന പോലെ കേൾക്കേണ്ടി വരുന്നില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ വായിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കേൾക്കുന്നില്ലേ? കേൾക്കാം. ഇടയ്ക്ക് ഓക്കെ. ചെറുതായിട്ട് മുറിഞ്ഞു പോയി. ഇത്രേ ഉള്ളൂ. ഓക്കെ. അതുപോലെ ആ സമയത്ത് തന്നെ ആണ് ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുന്നത്. ഇത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ശരിക്ക് വൈദ്യശാസ്ത്രത്തിന് അതിർവരമ്പുകൾ. ഇത് ഈ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് 80കളിൽ ഒടുവിൽ 90കൾ വരെയുള്ള ഒരു വളരെ ശ്രദ്ധേയമായിട്ട് മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇവാൻ ഇല്ലിച്ചിന്റെ മെഡിക്കൽ നെമസിസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ, അല്ലെങ്കിൽ ലിമിറ്റ്സ് ടു മെഡിസിൻ എന്ന് പറഞ്ഞ അലോപ്പതിയുടെ ഒരു വല്ലാത്ത ഒരു കുത്തൊഴുക്കിനെതിരെയുള്ള ഒരു പ്രതിരോധം എന്നുള്ള രീതിയിൽ വന്ന ഒരു പുസ്തകത്തിന്റെ മലയാളം ട്രാൻസ്ലേഷൻ. ഇതിന്റെ
ട്രാൻസ്ലേഷനൊക്കെ നടക്കുന്നത് വീട്ടിൽ വെച്ചാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പരിചയം. അതുപോലെ ഈ ഫെമിനിസവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ ആദ്യത്തെ കൃതി സ്ത്രീ വിമോചനം, ചരിത്രം, സിദ്ധാന്തം, സമീപനം, ഇതിൻ്റെയൊക്കെ ചർച്ചകളിലും എഴുത്തുകളിലും ഒക്കെ നമ്മളൊരു നിശബ്ദ സാക്ഷിയായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള സിൽവാനോ എറിയറ്റി രചിച്ചിട്ടുള്ള സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷൻ, ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ സ്ത്രീ വിമോചനം എന്നുള്ള പുസ്തകം അതിന്റെ 2ാം പതിപ്പ് 2017 ഇറങ്ങുമ്പോൾ ഇതിന്റെ പരിഷ്കരിച്ച പതിപ്പ്, ഇതിന്റെ നീള വായനയിൽ പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഈ പഴയ ഒരു പരിചയം, നമ്മുടെ മനസ്സിലേക്ക് വന്ന ചില കാര്യങ്ങൾ അതിന് സഹായിച്ചിട്ടുണ്ട്. ഇത്തരത്തില് ഉള്ള അനുഭവങ്ങളാണ് ശരിക്ക് ഭാഷയിലും പുസ്തകങ്ങളിലും ഒക്കെ ഉള്ള താല്പര്യത്തിന്, അതിനോടുള്ള സ്നേഹത്തിനൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ. അപ്പോൾ പിൽക്കാലത്ത് 97 ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിക്കുന്നതോടുകൂടിയാണ് വായനയുടെ സത്യത്തിൽ ഒരു തലം തന്നെ മാറിപ്പോകുന്നത്. ശരിക്കും ഞാൻ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു കൃതിയായിട്ട് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ്. ഒറ്റ കാര്യമുള്ളൂ, ആ കൃതിയിലെ 2ാമത്തെ അധ്യായമായിട്ടുള്ള പപ്പാച്ചിസ് മോത്ത് എന്ന് പറയുന്ന അധ്യായത്തിലെ പപ്പാച്ചിയുടെ നിശാശലഭം എന്ന അധ്യായത്തിന്റെ 2ാം ഖണ്ഡിക ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. A sky blue Plymouth with the sun in its tail fins sped past young rice fields and old rubber trees on its way to Cochin. Further east, in a small country with similar landscape, jungles, rivers, rice fields, communists. Enough bombs were being dropped to cover all of it in 6 inches of steel. ശരിക്കും തെക്കൻ കേരളത്തിലെ കോട്ടയം എന്ന് പറയുന്ന പ്രദേശത്ത് ഭയാശങ്കകളൊന്നുമില്ലാതെ ഒരു പ്ലിമത്തുകാറിൽ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പന്ന കുടുംബത്തിന്റെ കാര്യം പറയുന്നതിനിടയിലേക്കാണ് അതേ കാലത്ത് അതേ ഭൂമിശാസ്ത്ര പശ്ചാത്തലത്തിൽ തന്നെ കുറെ കിഴക്ക് മാറി വിയറ്റ്നാമില് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിനെയും കൂട്ടക്കുരുതിയുടെയും കാർപ്പറ്റ് ബോംബിങ്ങിന്റെയും ബിംബങ്ങളെ, ഓർമ്മകളെ ഇങ്ങോട്ട് അരുന്ധതി റോയ് കൂട്ടിക്കൊണ്ടിരുന്നത്. എന്തിനാണത് കൊണ്ടിരുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ പുസ്തകം നമുക്കറിയാം 80 ലക്ഷത്തോളം കോപ്പികൾ വിവിധ ഭാഷയിൽ ലോകം മുഴുവൻ വിറ്റഴിയുകയും ബുക്കർ പ്രൈസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ നേടുകയും ചെയ്ത പുസ്തകമാണ്. അക്കാലത്ത് അരുന്ധതി റോയോട് പത്രക്കാരൻ നിരന്തരം ചോദിച്ച ചോദ്യങ്ങളിലൊന്ന് അടുത്ത നോവൽ എപ്പോഴാണ്. പത്രക്കാരുടെ ഒരു ശൈലി അതാണല്ലോ, ഒരു നോവൽ ഹിറ്റായി കഴിഞ്ഞാൽ എപ്പോൾ നിങ്ങൾ അടുത്ത നോവൽ വരിക എന്നുള്ളതാണ്. സിനിമയാണെങ്കിൽ അങ്ങനെ തന്നെ. അന്ന് അവരെ നൽകിയ മറുപടി ശരിക്ക് ഫിക്ഷൻ ശരിക്കും എന്നിൽ നിന്ന് അകന്നകന്ന് പോകുന്ന ഒരു സാധനമാണ്. ഞാൻ ഒരു നോൺ ഫിക്ഷന്റെ ലോകത്താണ് ഇപ്പോൾ. ഈ മറുപടി ശരിക്ക് പിന്നീടുള്ള വായനയെ, ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നോൺ ഫിക്ഷന്റെ ഒരു വായനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെയധികം സ്വാധീനിച്ച ഒരു സംഭവമാണ്. പിന്നെ ഈ അംബേദ്കറിലേക്കൊക്കെ ചെല്ലുന്നത് അരുന്ധതി റോയുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിന് അവർ എഴുതിയിട്ടുള്ള ദ ഡോക്ടർ ആൻഡ് ദ സെയിന്റ് എന്ന് പറയുന്ന മുഖവുര വായിച്ചിട്ടാണ്. ഈ ജാതി എന്ന് പറയുന്ന ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിനെ, ഒരു സാമൂഹ്യ നിർമ്മിതിനെ അടപടലം എതിർക്കണം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വളരുന്നതിന് ഇത്തരം കൃതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെ, കവിതകൾ ആണ് പറയുന്നതെങ്കിൽ സ്കൂൾ കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട കവിതകൾ ഷെല്ലിയും കീറ്റ്സും ഷേക്സ്പിയറും വേർഡ്സ്വർത്തും അയ്യപ്പ പണിക്കരും ശങ്കരക്കുറുപ്പും ഒക്കെ ആയിരുന്നു. ഇത് എങ്ങനെയാണ് കേൾക്കുന്നത് വെച്ചാൽ അച്ഛൻ കുളിക്കുന്ന സമയത്ത് കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് വരിക, ഇവരെല്ലാം അച്ഛൻ്റെ ശബ്ദത്തിൽ ഇങ്ങനെ പുറത്തേക്ക് വരുമായിരുന്നു. നമ്മളതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ വരുന്നതും. അതുകൊണ്ട് തന്നെ ഈ ടു ബി ഓർ നോട്ട് ടു ബി ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഹാംലെറ്റിയൻ ഒരു ധർമ്മ സങ്കടങ്ങളോ അല്ലെങ്കിൽ ടോസിങ് ദെയർ ഹെഡ്സ് ഇൻ സ്പ്രൈറ്റ്ലി ഡാൻസ് എന്ന് പറയുന്ന ഒരു ഡാഫോഡിൽ പുഞ്ചിരിയുടെ ആഹ്ലാദങ്ങളോ എപ്പോഴും ജീവിതത്തിൽ ഒരുമിച്ച് ചേർന്ന് നിന്ന ഒരു സംഭവമായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് വായന പുസ്തകത്തിൽ മാത്രമല്ല എല്ലാറ്റിലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാവുന്നത്. അത് സംഗീതത്തിലായാലും സിനിമയിലായാലും ഒക്കെ ഒരു പുതിയ തരം വായന കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ടാഗോറിന്റെ ചാരുലത എന്ന് പറയുന്ന നോവൽ വായിച്ചിട്ട് ആ സിനിമ സത്യജിത് റായ്, ഇന്ന് സത്യജിത് റായുടെ 32ാം ചരമദിനം കൂടെയാണ്, ഏപ്രിൽ 23, സാന്ദർഭികമായിട്ട് അതുകൂടെ പറയാം. സത്യജിത് റായുടെ ചാരുലത സിനിമ കാണുമ്പോൾ അതിന് ടാഗോർ കണ്ട ഒരു ചാരുലതയല്ല സത്യജിത് റായിലേക്ക് വരുമ്പോൾ ചാരുലതയിൽ ഉണ്ടാവുന്നത്. അതൊരു പുതിയ വായനയാണ്. ആ നോവൽ ഒരു വായനയാണ്, ഈ സിനിമ വേറൊരു പുതിയ വായനയാണ്. അതിനുശേഷം ആനന്ദ് പട്വർദ്ധനാണെങ്കിലും പാട്രിഷ്യ ഗുസ്മാൻ ആണെങ്കിലും ഒക്കെ അവരുടെ സിനിമകളോടൊപ്പം നമ്മളിലേക്ക് പകരുന്നത് ശരിക്കും സ്വച്ഛാധിപത്യത്തിനും ഈ മനുഷ്യവിരുദ്ധതക്കെതിരെയായിട്ട്
മനുഷ്യർ സ്വയം ഉണർന്നിട്ട് ഇങ്ങനെ പ്രവർത്തിക്കേണ്ട ഒരു അനിവാര്യതയെ കുറിച്ചിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ സംഗീതത്തിലെ പുതിയ വായന, അത് പലപ്പോഴും സംഗീതജ്ഞരുടെ തന്നെ എഴുത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ ടി എം കൃഷ്ണനെ പോലെയുള്ള സംഗീതജ്ഞർ അവര് ഈ പതിവ് സ്ഥിരം ശൈലികളിലുള്ള കർണാടക സംഗീത കൃതികളിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭജിച്ചും മുദാ സംഭരിച്ചും രസിച്ചും രമിച്ചും എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കൃതി പാടുന്നു. അല്ലെങ്കിൽ തന്തനീനു തായുണ്ണീനു എന്ന് പറഞ്ഞിട്ട് ഒരു ബസവന്റെ വചനം പാടുന്നു. ഇതൊന്നും കർണാടക സംഗീതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനമല്ല. അത് ഇയാൾ എടുത്തിട്ട് അതിനൊരു പുതിയ വായന സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് പാട്ടിലെ കൂടെ. ഈ വായന പലപ്പോഴും അടിസ്ഥാന വർഗത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു വായനയത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കൃതികളുടെ വായന ഉണ്ടാക്കുന്ന അസ്വസ്ഥത ഈ രഞ്ജിനി ഗായത്രിയൊക്കെ പോലെയുള്ള പാരമ്പര്യ ബ്രാഹ്മണവാദി സംഗീതജ്ഞരെ എപ്പോഴും ഇയാൾക്കെതിരെ വാളെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാധനം. നമ്മുടെ സമയം ആവുന്നുണ്ടേ, നിർത്തണോ? 10 മിനിറ്റ് എന്നാണ് നമ്മുടെ ഇനിയും കേൾക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് നിർത്തേണ്ടതുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ജൂൺ 19 വായനാ ദിനം ഉണ്ടല്ലോ, ആ ദിവസത്തേക്ക് ബാക്കി നിർത്തി. ഓക്കെ. അപ്പോൾ നമ്മുടെ IFPHന് തുടക്കക്കാരനായ IFPHന്റെ എല്ലാമായ സലാഹുദ്ദീൻ സാറിനെ 2 വാക്ക് പറയാൻ ക്ഷണിക്കുകയാണ്. സലാഹുദ്ദീൻ സാർ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഇതൊരു വലിയ സംഭവമാണ്. അതിൽ വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനെ വിറ്റ്നസ് ആകാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. 10 മണി ആവാറായി. നിങ്ങളുടെ സമയം ഞാൻ അപഹരിക്കുന്നില്ല. ഏതായാലും ഞാൻ ആസ്വദിച്ചു. കാരണം ഡോക്ടർ ഷീബ, ഡോക്ടർ പ്രദീപ് ഡോക്ടറൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ എഴുത്തുകാര് പ്രവാചകന്മാർ കൂടിയാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങൾ അവരിൽ കേൾക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഓക്കെ. സാറ് പറഞ്ഞ പോലെ കവികൾ ക്രാന്തദർശികൾ കൂടിയാണല്ലോ. നമുക്ക് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ട് നന്ദി പറയുന്നതിനായിട്ട് നമ്മുടെ പ്രിയങ്കരിയായ ശാന്ത സ്വരൂപിണിയായ മറിയാമ്മ ഡോക്ടർ ക്ഷണിക്കുകയാണ്. അൺമ്യൂട്ട് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ ഇടവില്ലാതെ നടത്തുന്ന 1331 പ്രതിദിന സൂം വെബിനാറായ ഇന്ന് ലോക പുസ്തക ദിനാചരണത്തിന്റെ ആചരണത്തിനായി നമ്മൾ മാറ്റിവെക്കുകയും ഈ ചടങ്ങില് നമുക്ക് ഈശ്വര പ്രാർത്ഥന ആതിര ബ്രഹ്മാനന്ദൻ ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് നമുക്ക് ആരംഭിക്കാൻ സാധിച്ചത്. ആതിരയോടുള്ള സ്നേഹം അറിയിക്കട്ടെ. ലോക പുസ്തക ദിനാചരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച തിരുവനന്തപുരം ആകാശവാണി പ്രോഗ്രാം മേധാവി ബഹുമാന്യനായ ശിവകുമാർ അവർക്ക് IFPHന്റെയും ഈ ചടങ്ങിന്റെയും സംബന്ധിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിലെ പുസ്തക നിരൂപണം നടത്തിയ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് തന്നെ കവയിത്രിയും കൂടിയായ കൊല്ലം കളനട ഡിസ്പെൻസറിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീബ റജികുമാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കട്ടെ. വായന അനുഭവം പങ്കിട്ട ഹോമിയോപ്പതി വകുപ്പിൽ കൊല്ലം ജില്ലയിലെ ജില്ലാ മെഡിക്കൽ ഓഫീസറും നമ്മുടെ സ്വന്തം ആയ ഡോക്ടർ പ്രദീപ് CS സാറിന് വളരെയധികം സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വായനാനുഭവം പങ്കിട്ടത് സിനിമ പരിസ്ഥിതി പ്രവർത്തനാണെങ്കിൽ കൂടി ഹോമിയോപ്പതി വകുപ്പിലെ തന്നെ കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ സീനിയർ ക്ലർക്ക് നന്ദലാൽ ആറിന് വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചതും നമ്മുടെ ഹോമിയോപ്പതി വകുപ്പിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ P. ശൈല ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി മോഡറേറ്റ് ചെയ്തത് IFPHന്റെ സ്വന്തം GS മനോജ് ഡോക്ടറാണ്. ഡോക്ടറിനും വളരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഉള്ള നന്ദി അറിയിക്കുകയാണ്. കൂടാതെ എല്ലാ ദിവസവും നടത്തുന്ന ഈ സൂമിന്റെ ചുക്കാൻ പിടിക്കുന്ന ധനേഷ് ഡോക്ടർ, ഹ്യൂബർട്ട് ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ, അവരെ ഓർക്കാതിരിക്കാൻ പറ്റുകയില്ല. ഇവരെല്ലാവരെയും പേരുപേരായി നന്ദി അറിയിക്കുന്നു. IFPHന്റെ രൂപീകരണത്തിൽ മുൻകൈ എടുത്ത നമ്മുടെ സലാഹുദ്ദീൻ സാർ ഉൾപ്പെടെയുള്ള ഹോമിയോപ്പതി സ്നേഹികൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. IFPHന്റെ ഓരോ ഭാരവാഹികളെയും പേരുപേരായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ചടങ്ങ് ഇത്രയും ഭംഗിയാക്കി തീർക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുമാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഹോമിയോപ്പതി സ്നേഹികൾ,
ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ ചടങ്ങ് ഇത്രയും ഭംഗിയായി നടത്തുവാൻ സഹായിച്ച ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചടങ്ങ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടിയോട് അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലെ പുതിയ പുതിയ പരിപാടികൾ, വ്യത്യസ്തമായ പരിപാടികൾ IFPH പ്രതീക്ഷിക്കാം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.